عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. സ്നേഹമുള്ള വിശ്വാസികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ കൂടിയിരിപ്പും മറ്റു പഠനങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ രൂപത്തിൽ ആക്കി തീർക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളക്കണക്കിന് ആയത്തുകളും ഹദീസുകളിലുമെല്ലാം വ്യത്യസ്തമായ രൂപത്തിലുള്ള ഉപമകൾ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. ഉദാഹരണത്തിന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ധരിക്കുന്നൊരു ഹദീസ് ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് ഏറെ സുപരിചിതമായിട്ടുള്ളൊരു ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മസലുൽ ജലീസി സ്വാലിഹ് വസ്സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ ഖീർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ. ഈ ഒരു പദം കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ആ ഒരു ഹദീസിന്റെ രൂപമുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അത്തറ് കച്ചവടക്കാരൻ്റെയും അതുപോലെ ആലയിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയുടെയും ഉപമയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഫഹാമിലുൽ മിസ്കി ഇമ്മാ അൻ യുഹദിയക വ ഇമ്മാ അൻ തബ്തഅ മിൻഹു വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബതൻ. ഒരു അത്തറ് കച്ചവടക്കാരൻ അവന്റെ അരികിൽ നിന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സുഗന്ധം ആസ്വദിക്കാനും അതിൽ നിന്ന് അല്പം വാങ്ങാനും, ഒരുപക്ഷെ അവിടെ നിന്നാൽ പിന്നീട് നമ്മുടെ ശരീരത്തിലും അതിൻ്റെ സുഗന്ധം നമുക്ക് നമ്മിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയും. പിന്നീട് പ്രവാചകൻ രണ്ടാമതായി പറഞ്ഞ കാര്യം മോശം കൂട്ടുകെട്ട്. മോശമായ ഒരു വ്യക്തിയുടെ ഉപമയെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത്, അത് ആലയിൽ പണിയെടുക്കുന്ന, സ്വാഭാവികമായിട്ടും തീയിൽ അതുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ വിയർക്കാനും നമ്മുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കാനും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കത്തിപ്പോകാനും അതൊരു കാരണമായി തീരും. ഇങ്ങനെ പ്രവാചകൻ രണ്ട് ഉപമകളെ സംബന്ധിച്ചാണ് ഈ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഒരു ചെടിയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ ഉപമിച്ചു. അബ്ദുല്ലാഹി ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അൻ അബീഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. പ്രവാചകൻ പറഞ്ഞു, മസലുൽ മുഅ്മിനി കൽ ഖാമതി മിനസ് സർഇ തുഫയ്യിഉഹ റീഹു മർറ. പ്രവാചകൻ പറയുകയാണ്, പുതിയതായി മുളച്ചു വരുന്ന ഒരു ചെടിയുടേതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ഉപമ. അത് ചെറിയ കാറ്റ് വീശിയാൽ, ചെറിയ രൂപത്തിലൊക്കെ കാറ്റ് വീശിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും. പക്ഷെ ആ കാറ്റിൽ ഒരല്പം കുറവ് വന്നാൽ ഒരു കേടുപാടുമില്ലാതെ അതിന് നിലനിൽക്കാൻ കഴിയും. ഇതൊരു വിശ്വാസിയുടെ ഉപമയായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എന്നാൽ ഒരു മുനാഫിക്കാണെങ്കിൽ ചെറിയൊരു കാറ്റ് വരുമ്പോഴേക്കും അത് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്നും ഈ ഹദീസിന്റെ തുടർന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ അള്ളാഹു തആലയെ സ്മരിക്കുന്ന വീട്, നമ്മുടെ വീടുകളിൽ നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവിനെ സ്മരിക്കാറുണ്ട്. ഇപ്പൊ മസ്ജിദിൽ കയറുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ എന്ന് വേണ്ട എല്ലാ മേഖലകളിലും നമ്മൾ അള്ളാഹുവിനെ ഓർക്കാറുണ്ട്. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റബ്ബിനെ സ്മരിക്കുന്ന വീട്. അതിനെപ്പറ്റി പ്രവാചകൻ പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. റബ്ബിനെ ഓർക്കാത്ത, റബ്ബിനെ സ്മരിക്കാത്ത വീടെന്ന് പറഞ്ഞാൽ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്നവനെ പോലെയും മയ്യത്തിനെ പോലെയുമാണ്. ഇങ്ങനെ ധാരാളക്കണക്കിന് ഉപമകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിൻ, ഖുർആൻ പാരായണം ചെയ്യാത്ത മുഅ്മിൻ, അതുപോലെ ഖുർആനുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ, ഇതിനെ സംബന്ധിച്ചെല്ലാം ധാരാളക്കണക്കിന്
ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രവാചകൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ സംബന്ധിച്ച് പറഞ്ഞു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മസലുൽ ഖൽബി മസലുർ റീശതി തുഖല്ലിബുഹ റിയാഹു ബിഫലാത്ത്. അഥവാ ഹൃദയത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു തൂവലിനെ പോലെ ആയിരിക്കും. ഇതുപോലെയാണ് ഹൃദയത്തിന്റെ ഉപമ. ചെറിയ കാറ്റ് വീശുമ്പോൾ ഒരു തൂവലിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉപമയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. ഇങ്ങനെ ഹദീസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നോക്കിയാൽ ഇതുപോലെ ധാരാളക്കണക്കിന് ഹദീസുകളും ആയത്തുകൾ നമുക്ക് കിട്ടും. ഇമാം ബുഖാരി മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഇരിക്കുന്ന ഒരു സദസ്സാണ്. ആ സമയത്ത് അതിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള എല്ലാ സ്വഹാബിമാരും ഇരിക്കുന്ന ഒരു സദസ്സാണ്. ഇതിനെപ്പറ്റി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സമയത്ത് ഇദാ ഊതിയ ബിജുമ്മാരി നഖല, ആ സമയത്ത് ഞങ്ങളുടെ അരികിലേക്ക് ഒരാൾ കടന്നു വന്നു. അയാളുടെ കയ്യിൽ ഒരു കുല ഈത്തപ്പഴമുണ്ട്. ഇങ്ങനെ ഈത്തപ്പഴത്തിന്റെ ഒരു കുലയുമായി കൊണ്ട് ഞങ്ങളുടെ അരികിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഈത്തപ്പഴത്തിന്റെ കുല വാങ്ങിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, മസലുൽ മുഅ്മിനി കമസലി ഷജറത്തിൻ ഖദ്റ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മരത്തിന്റെ ഉപമ പോലെയാണ്. ഒരു പച്ച മരത്തിനെ പോലെയാണ്. കമസലി ഷജറത്തിൻ ഖദ്റ, പച്ച മരത്തിനെ പോലെയാണ്. ലാ യസ്ഖുതു വറഖുഹ വലാ യതഹാത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അതിലെ ഇലകൾ പൊഴിയാറില്ല, അതിലെ ഇലകൾ വെറുതെ ഇരുന്ന് നുരുമ്പി പോകാറുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫഖാലൽ ഖൗം ഹിയ ഷജറതു കദാ ഹിയ ഷജറതു കദാ. സ്വഹാബികളിൽ അതല്ലെങ്കിൽ ആ സദസ്സിലിരുന്ന പല ആളുകളും അത് ഇന്ന ഇന്ന മരങ്ങളാണ്, അത് ചിലപ്പോൾ ഈ മരമാകാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅറത്തു അൻ അഖൂല ഹിയ നഖ്ല. ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നു അത് ഈത്തപ്പന മരമായിരിക്കാം എന്ന ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സ്വയം പറയുകയാണ്. പക്ഷെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന ഗുലാമുൻ ശാബുൻ ഫസ്തഹ്യൈതു. പക്ഷെ ഞാനതൊരു യുവാവ്, അതല്ലെങ്കിൽ ഒരു ചെറിയ പ്രായമായിരുന്നു. എന്നേക്കാൾ മുതിർന്ന ഒരുപാട് സ്വഹാബത്ത് അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. സ്വഹാബികളിൽ പ്രമുഖരായ പല ആളുകളും അന്ന് ആ സദസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനൊരു ലജ്ജയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. ഫഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹിയ നഖ്ല, അത് ഈത്തപ്പഴ മരമാകുന്നു, അതല്ലെങ്കിൽ ഈത്തപ്പന മരമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിതാവിനോടൊപ്പം മടങ്ങുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു, എൻ്റെ മനസ്സിൽ പല പ്രാവശ്യവും കടന്നു വന്ന ഒരു ചിത്രം പ്രവാചകന് പറഞ്ഞ രൂപത്തിലാണ്. ഈത്തപ്പന മരമായിരിക്കാം എന്ന സാധ്യത കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് കേട്ടപ്പോൾ പിതാവ് പറഞ്ഞു, നീ ആ സമയത്ത് അത് പറഞ്ഞിരുന്നുവെങ്കിൽ അത് ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ അതെനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നു, അത്ര ഞാൻ അധികം ഇഷ്ടപ്പെട്ടിരുന്നു. നീ അത് പറഞ്ഞിരുന്നെങ്കിൽ അത് വളരെയധികം നന്നായിരുന്നേനെ എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അവിടെ ശരിയാവുകയാണ്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ സംബന്ധിച്ച് ഈ ഈത്തപ്പന മരത്തെ അതിനോട് ഉപമിച്ചതായി ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് തവണ അല്ലാഹു തആല ഈത്തപ്പന മരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ പരിശോധിച്ചാൽ 300-ലധികം ഹദീസുകൾ പോലും ഈത്തപ്പന മരവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വൽ അർദ വദഅഹാ ലിൽ അനാം, ഭൂമിയെ നാം മനുഷ്യർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു, മനുഷ്യർക്ക് വേണ്ടി അത് വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫീഹാ ഫാകിഹത്തുൻ, അതിൽ ഒരുപാട് കനികളുണ്ട്. വന്നഖ്ലു ദാതുൽ അക്മാം, പൂമ്പോളകളുള്ള ഈത്തപ്പന മരങ്ങളും അവിടെയുണ്ട് എന്ന് അല്ലാഹു തആല പറയാം. വന്നഖ്ല ബാസിഖാതിൻ ലഹാ തൽഉൻ നദീദ്, അടുക്കടുക്കായി കുലകളുള്ള ഉയരമുള്ള ഈത്തപ്പന മരങ്ങളും അവിടെ അവർക്കുണ്ട്. റിസ്ഖൻ ലിൽ ഇബാദ്, അത് അല്ലാഹുവിന്റെ അടിമകൾക്ക് അത് ഉപകാരപ്പെടും, അതവർക്കുള്ള മഈശത്താണ്, അതല്ലെങ്കിൽ
അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ഇനി പ്രവാചകന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈത്തപ്പഴം, അതുപോലെ തന്നെ ഈന്തപ്പന മരം, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി ഹദീസുകൾ കാണാം. സ്വഹാബത്തിന്റെ ജീവിതം നോക്കിയാലും കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവിടുന്ന് ഇടക്ക് കിടക്കുന്നത് പോലും ഈത്തപ്പനയോലയിൽ കിടന്നു, പ്രവാചകന്റെ ശരീരത്തിൽ അതിന്റെ അടയാളങ്ങൾ ഞങ്ങൾക്ക് കാണാറുണ്ടായിരുന്നു എന്ന് സ്വഹാബികൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈത്തപ്പഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്, ഈത്തപ്പഴത്തിൽ ബറക്കത്തുണ്ട്. ഇന്ന മിനശ്ശജരി ലമാ ബറകതഹു കബറകത്തിൽ മുസ്ലിം. ഈത്തപ്പഴ മരത്തിൽ ബറക്കത്തുണ്ട്. ഏതുപോലെ? കബറകത്തിൽ മുസ്ലിം. ഒരു മുസ്ലിമിന് അല്ലാഹു തആല നൽകുന്ന ബറക്കത്ത് ഈത്തപ്പഴത്തിന്റെ മരത്തിലുമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇതുപോലെ ഒരു പക്ഷെ നമുക്ക് നിസ്സാരമായി തോന്നും, ഒരു ഈത്തപ്പഴ മരം, അതിൽ എന്താണ് ഇത്ര പ്രത്യേകതയുള്ളത് എന്ന് ചോദിച്ചാൽ ആ ഹദീസിന്റെ അതുമായി ബന്ധപ്പെട്ട് മുൻഗാമികളായിട്ടുള്ള ആളുകൾ ധാരാളക്കണക്കിന് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു മരം കാണുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള ഘടനകൾ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ കെട്ടുറപ്പും ഉയരവും അതിന്റെ ഭംഗിയും ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അതിലുപരി ഒരു വിശ്വാസിക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒട്ടനവധി ഫായിദകൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം സുബാത്താണ്, അഥവാ അടിയുറച്ച് നിൽക്കുക എന്നത്. ഇങ്ങനെ ഒരു പാഠം വേണമെങ്കിൽ ആ മരത്തിൽ നിന്നും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇമാം ബഗവി റഹിമഹുല്ല പറഞ്ഞു, വൽ ഹിക്മതു ഫീ തംതീലിൽ ഈമാനി ബിശ്ശജറതി. ഒരു മനുഷ്യന്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിനോട് അദ്ദേഹം അവിടെ നിന്ന് ഉപമിക്കുകയാണ്. ഹിയ അന്ന ശജറത ലാ തകൂനു ശജറതൻ ഇല്ലാ ബിസലാസതി അഷ്യാ. മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരു മരത്തിന് പിടിച്ചിക്കാൻ കഴിയില്ല. മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരു മരത്തിന് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇർഖുൻ റാസിഖുൻ വഅസ്ലുൻ ഖായിമുൻ വഫർഉൻ ആലിൻ. അത് നല്ല ശക്തിയുള്ള വേര് അതിനുണ്ടാകും. നല്ല ശക്തിയുള്ള വേരുണ്ടെങ്കിൽ മാത്രമാണ് ഒരു മരത്തിന് ദുനിയാവിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുപോലെ നല്ല തടി ഉണ്ടാകണം. വളരെ വലിയ വേരുകളും എന്നാൽ നേർത്ത തടിയുമാണുള്ളതെങ്കിൽ ചെറിയൊരു കാറ്റ് വീശുമ്പോഴേക്ക് നശിച്ചു പോകും. ഇനി വേര് നല്ല പോലെ ഇല്ലെങ്കിൽ നല്ലൊരു മഴ വരികയും വെള്ളമൊലിച്ച് മണ്ണെല്ലാം നീങ്ങിക്കഴിഞ്ഞാൽ ആ മരം കടപുഴകി വീഴാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നല്ല വേരും വേണം, നല്ല തടിയും വേണം, അതുപോലെ തന്നെ നല്ല ശിഖിരങ്ങളും ഉറപ്പുള്ള ശിഖിരങ്ങളും അതിന് വേണം. മറ്റു മരങ്ങളെ പോലെ ഒരുപാട് കൊമ്പുകളില്ല. അതിന്റെ ഇലയിൽ തന്നെ നമുക്കറിയാം, അത് വെട്ടിമാറ്റിക്കൊണ്ടാണ് പലപ്പോഴും അതിന്റെ കൃഷി രീതികൾ നമ്മൾ കണ്ടുവരാറുള്ളത്. അതിന്റെ ഒരു പക്ഷെ വീഡിയോ കണ്ട ആളുകളായിരിക്കും. ഒരു ഈത്തപ്പന മരം അത് വളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ഇലകൾ അതിന്റെ കടയോട് ചേർത്ത് വെട്ടി ആ രൂപത്തിലാണ് അതിനെ പലപ്പോഴും വളർത്തിക്കൊണ്ടുപോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കദാലിക്കൽ ഈമാൻ. ഇതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ. ആ മരത്തിനെ പോലെയാണ്. ലാ യതിമ്മു ഇല്ലാ ബിസലാസതി അഷ്യാ. മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരു മുഅ്മിനിന്റെ അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വിശ്വാസം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. മൂന്ന് കാര്യങ്ങൾ വേണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തസ്ദീഖുൻ ബിൽ ഖൽബി വഖൗലുൻ ബിൽ ലിസാനി വഅമലുൻ ബിൽ അബ്ദാൻ. അദ്ദേഹം പറഞ്ഞു, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം, വഖൗലുൻ ബിൽ ലിസാൻ, അവന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കണം, വഅമലുൻ ബിൽ അബ്ദാൻ, അവന്റെ ശരീരം കൊണ്ട് അവൻ അമലാക്കുകയും വേണം. ഇത് സത്യത്തിൽ ഈമാനിന്റെ തഅരീഫായി കൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന്റെ നിർവചനമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം, അവന്റെ നാവുകൾ കൊണ്ട് പറയണം, ശരീരം കൊണ്ട് അത് അമലാക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ്? ഈ പറഞ്ഞ പോലെ ഈമാനിന്റെ തഅരീഫായി കൊണ്ട് മുൻഗാമികൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യമാണ്. ഇനി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു ഉപമയാക്കിയിട്ടുള്ളത് നീ കണ്ടിട്ടില്ലേ? എന്താണ് ഉപമയാക്കിയിട്ടുള്ളത്? കലിമതൻ ത്വയ്യിബ, ഒരു നല്ല വാക്യം, ഒരു നല്ല വചനം. അതിന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ ഉപമയാക്കിയിരിക്കുന്നു. ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ളവർ ഇതിന്റെ വിശദീകരണത്തിൽ കലിമത്തൻ ത്വയ്യിബ എന്ന്, കലിമത്തൻ ത്വയ്യിബത്തൻ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വചനത്തെയാണ് ഇതിന്റെ വിശദീകരണമായിക്കൊണ്ട് കലിമത്തൻ ത്വയ്യിബ എന്ന് അവിടുന്ന് വിശദീകരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കശജറത്തിൻ ത്വയ്യിബ എന്നിട്ട് പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞു, ആ നല്ല വചനം എന്ന് പറഞ്ഞാൽ ഒരു നല്ല മരത്തിനെ പോലെയാണ്. ഈ നല്ല മരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരുപാട്
മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് അത് ഈത്തപ്പന മരത്തെ പോലെ ആയിരിക്കാം എന്നതാണ് ഭൂരിഭാഗം ഉലമാക്കളും ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ മുരട്, അതിന്റെ താഴ്ഭാഗം, അതിന്റെ വേര് വളരെയധികം ഉറപ്പുള്ളതായിരിക്കും. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ മുകളിലുള്ള ശിഖരങ്ങളെല്ലാം ആകാശലോകത്തേക്ക് വിശാലമായി നിൽക്കുന്നതാണ്. ഇങ്ങനെയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇതിന്റെ വിശദീകരണത്തിൽ ഒന്നാമത്തേത് കലിമത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുപോലെ തന്നെ കശജറത്തിൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മരത്തെ പോലെയാണ് എന്ന് പ്രവാചകന്റെ ചില ഹദീസുകൾ അവർ കൊണ്ടുവന്നിട്ട് ഇതിനെ തെളിവായി പിടിച്ചതായി നമുക്ക് കാണാൻ കഴിയും. വഫർഉഹാ ഫിസ്സമാ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു യുർഫഉ ബിഹാ അമലുൽ മുഅ്മിനി ഇലസ്സമാ, അതായത് ഒരു മുഅ്മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു, അവൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതുകൊണ്ട് അവൻ ധാരാളമായ അമല് സ്വാലിഹാത്തുകൾ അവൻ ചെയ്യുന്നു. ഈ സ്വാലിഹായ അമലുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഈ രൂപത്തിൽ ഇതിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സംബന്ധിച്ച് ധാരാളക്കണക്കിന് വിശദീകരണങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ നമുക്ക് ഒന്നാമതായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ പറഞ്ഞു, ഒന്നൊരു വിശ്വാസി അവൻ എപ്പോഴും അവന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കേണ്ടവനാണ്. ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ഒരു സലഫിയായി നമുക്ക് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാടുകളിൽ നിന്ന് പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. റബ്ബിന്റെ ദീൻ പഠിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ നമുക്ക് സഹിക്കേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും എത്ര തന്നെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നാലും, പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അവിടെയെല്ലാം അടിയുറച്ച് നിൽക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈമാൻ അടിയുറച്ച ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ അവന് സ്ഥിരമായി അവിടെ നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹൽ തറൗന മാ അറാ, ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇന്നി അറാ മവാഖിഅൽ ഫിതൻ ഖിലാല ബുയൂതികും കമവാഖിഅൽ ഖത്ർ, ഏതുപോലെ നിങ്ങളിലേക്ക് ഫിത്നകൾ ധാരാളമായി കടന്നു വരും. ഏതുപോലെ മഴ വർഷിക്കുന്നത് പോലെ. മഴ വർഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ തുള്ളികൾ മാത്രമല്ല. മഴ വർഷിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ കാഠിന്യം ഒന്ന് കൂടും, പിന്നൊരൽപ്പം കുറയും, വീണ്ടും അതിനേക്കാൾ ശക്തിയായി അത് രൂപം പ്രാപിക്കും. ഒരുപക്ഷെ ആ മഴ പിന്നീട് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ആ മഴയിലൂടെ ഒരുപാട് ഹൈറുകൾ നമുക്കുണ്ടാകും. കൃഷി പോലെയുള്ള കാര്യങ്ങൾക്ക് മഴ അത്യാവശ്യമാണ്. ആ മഴ തീരെ അതല്ലെങ്കിൽ ശക്തമായ രൂപത്തിൽ പെയ്തു കഴിഞ്ഞാൽ ആ കൃഷി നശിക്കാനും സാധ്യതയുണ്ട്. ഇതുപോലെ ഫിത്നകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഫിത്നകൾ കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വരും, അതിനുശേഷം വീണ്ടും വരും. യഥാർത്ഥ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ഫിത്നകൾ വന്നാലും അവിടെ നമുക്ക് ഖുർആനിലേക്കും ഹദീസുകളിലേക്കും മടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുപോലെ തന്നെ പ്രമാണബദ്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് എന്ത് വേണം, അവിടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു കാറ്റ് വീശുമ്പോഴേക്കും വേരോടുകൂടി മറിഞ്ഞു വീഴുന്ന സാധാരണ ഒരു ചെടിയെ പോലെ നമ്മൾ ആകാൻ പാടില്ല. മറിച്ച് ഈത്തപ്പന മരം പോലെ അതെത്ര ശക്തമായ കാറ്റുകൾ വന്നാലും, ഇനി എത്ര വലിയ കൊടുങ്കാറ്റ് വീശിയാലും പെട്ടെന്നൊന്നും അത് മറിഞ്ഞു വീഴാത്ത ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അഥവാ അള്ളാഹുവിന്റെ ദീനിൽ ഇസ്തിഖാമത്തോടുകൂടി അതിൽ അടിയുറച്ചു നിന്ന് കഴിഞ്ഞാൽ അതിന് പകരമായി ബദലായിക്കൊണ്ട് പടച്ച റബ്ബ് ധാരാളക്കണക്കിന് ഫദ്ലുകൾ നമുക്ക് നൽകും. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നൽ ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ഒരുപക്ഷെ നമുക്ക് ഏവർക്കും ഹൃദിസ്ഥമായിട്ടുള്ള ഒരു ആയത്തായിരിക്കും. ഇന്നൽ ലദീന, ഒരു വിഭാഗം ആളുകൾ, ഖാലു, അവർ പറയും, റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. സുമ്മ ഇസ്തഖാമു, എന്നിട്ട് അവർ അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യും. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അല്ലാഹു തആലയുടെ മലക്കുകൾ ഇറങ്ങി വരും. അവർ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം, പടച്ച റബ്ബ് വാഗ്ദാനം നൽകിയിട്ടുള്ള
ആ സ്വർഗത്തിനെ പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക എന്ന് പറയും. ഇത് ആരോടാണ് അള്ളാഹു തആലയുടെ മലക്കുകൾ പറയുക? അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾക്കായിരിക്കും ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ നൽകപ്പെടുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, താങ്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയ വാക്കേതാണ്? ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയ വാക്കേതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പാരായണം ചെയ്തു സൂറത്ത് ഹൂദിലെ 112 വചനമാണ്. ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ട പോലെ നീ അതിൽ നിലകൊള്ളുക. വമൻ താബ മഅക, നിന്നോടൊപ്പം മടങ്ങി വന്ന ആളുകളോടൊപ്പവും അവരും എന്ത് ചെയ്യട്ടെ? ഇതേ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കട്ടെ. വലാ തത്ഗൗ, നിങ്ങൾ ഒരിക്കലും അതിരുവിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു തആല എല്ലാത്തിനെയും കണ്ടറിയുന്നവനാകുന്നു എന്ന് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. വലിയ പ്രയാസം എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞ് പഠിച്ച ആളുകൾ, അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയ ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെ വിശാലത മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിലൊരു ആനന്ദം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു സുന്നത്ത് നമ്മൾ എടുക്കുമ്പോൾ ആ സുന്നത്ത് നമ്മൾ ചെയ്യുന്നതിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകുന്ന പ്രതിഫലം ഇത്രയാണെന്ന് പറഞ്ഞാൽ ആ പ്രതിഫലം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും സ്വാഭാവികമായും അതിലൂടെ ഒരു ആനന്ദം കണ്ടെത്താൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാം പല രൂപത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. പല രൂപത്തിലുള്ള ജോലികൾ ചെയ്യും. ഓരോ ജോലികൾക്കും ആ തോതനുസരിച്ച് അവർക്കുള്ള പ്രതിഫലമുണ്ട്. നമ്മൾ ചെറിയ ജോലി ചെയ്യുകയും വലിയ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന സന്തോഷം നിസ്സാരമല്ല. പ്രത്യേകിച്ച് അതൊരു ഹലാലായ ജോലിയാണെങ്കിൽ അതിലൂടെ ഹലാവത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തുച്ഛമായ ഒരു ഫലം മാത്രമാണ് കിട്ടുന്നതെങ്കിൽ സ്വാഭാവികമായും അതിൽ തൃപ്തിയടയാൻ ഒരല്പം പ്രയാസമുണ്ടാകും. ഇതേപോലെ തന്നെയാണ് അല്ലാഹു തആലയുടെ ദീനിന്റെ വിഷയത്തിലും. അല്ലാഹു തആല ദീനിൽ നിനക്ക് ഓരോ പ്രവർത്തനങ്ങൾക്കും ഇത്ര പ്രതിഫലം നൽകപ്പെടുമെന്ന് പറയുമ്പോൾ ആ അമലിനെ സംബന്ധിച്ചും ആ അമലിന് പകരമായി പടച്ചറബ് നൽകുന്ന പ്രതിഫലത്തിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിലൂടെ നല്ല പോലെ നിർവൃതി അടയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്വഹാബി സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി സഖഫി അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ വന്നുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കണം, അതെന്റെ ജീവിതത്തിൽ എനിക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കുന്ന ഒരു വാക്കായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹി ഫസ്തഖിം, നീ പറയുക ആമൻതു ബില്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, എൻ്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്തഖിം, എന്നിട്ട് ആ വിശ്വാസത്തിൽ നീ എന്ത് ചെയ്യട്ടെ? അടിയുറച്ചു നിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് കൊടുത്ത മറുപടി. ഇനി ഇതുപോലെ ചരിത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ട ആളുകൾ, ഇസ്തിഖാമത്ത് അത് ഒരു വിഷയത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അടിയുറച്ചു നിൽക്കാൻ കഴിയാതെ ഈമാനികമായി ബലക്ഷയം സംഭവിച്ച് ഈമാനിൽ നിന്നും വിദൂരതയിലേക്ക് പോകുന്ന ആളുകൾ, ഒരുപക്ഷെ ദീനിൽ നിന്നും തന്നെ പുറത്തേക്ക് പോകുന്ന ആളുകൾ, ധാരാളം ദീനുമായി ബന്ധപ്പെട്ട് പഠിച്ച ആളുകൾ ഉണ്ടാകാം, ഒരുപാട് പഠിക്കും, ഖുർആനും ഹദീസുമെല്ലാം നല്ല പോലെ അവർക്കറിയാം, അറബി ഭാഷയെ പറ്റി വ്യക്തമായ ധാരണയുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ കേട്ടുകഴിഞ്ഞാൽ അറബിയിൽ തന്നെ കേട്ടാൽ മനസ്സിലാക്കുന്ന ആളുകൾ, പക്ഷെ അവർക്കതിൽ അടിയുറച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ദുനിയാവിൽ തന്നെ ഒരു പക്ഷെ നിന്ദ്യനായതിന്റെ ഏറ്റവും വലിയൊരു അടയാളമായിരിക്കും. കാരണം അല്ലാഹു തആലയുടെ ദീനിൽ കടന്നു വന്നിട്ട് ഇത് പടച്ചറബ് നമുക്ക് നൽകിയ വലിയൊരു ഔദാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു പരിസരത്തേക്ക് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു റോട്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ അതിൽ എത്രയോ മുസ്ലിങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ദീനിന്റെ ആസ്വാദനമെല്ലാം ആസ്വദിച്ചുകൊണ്ട്
കൃത്യമായി അള്ളാഹു തആലക്ക് മുമ്പിൽ സുജൂദ് പോലും ചെയ്യാൻ കഴിയാത്ത എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പേരുകൊണ്ട് മുസ്ലിമാണ്, ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ പേരുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ടാകും, പക്ഷെ അവർക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല, അള്ളാഹു തആലക്ക് മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല, റബ്ബിനെ ഒന്ന് സ്മരിക്കുവാനോ റബ്ബിനെ ഓർക്കുവാനോ ഒരു അവസരവും അവർക്കില്ല. പക്ഷേ ഇന്ന് നമ്മുടെ വലിയൊരു സമയം മാറ്റിവെച്ച് ഇതുപോലെ ചെറിയൊരു റൂമിൽ അള്ളാഹു തആലയുടെ ദീൻ പഠിക്കാൻ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു ആദരവാണ്, നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ സമയം കണ്ടെത്തി പല പ്രയാസങ്ങളും സഹിച്ച് ഇവിടെ വന്നിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹു തആലയുടെ തൗഫീഖാണ്. അള്ളാഹു തആല ഇത് എന്നും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നമുക്കറിയാം, ചരിത്രങ്ങളിൽ കാണാം, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ അവർ ചില ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചു, ഒരു യുദ്ധത്തിന് വേണ്ടി റോമൻ രാജ്യങ്ങളിലേക്ക് മുസ്ലിങ്ങൾ കടന്നുപോയി. ആ യുദ്ധത്തിന് വേണ്ടി മുസ്ലിങ്ങൾ കടന്നുപോയ സമയത്ത് അക്കൂട്ടത്തിൽ ഒരു വ്യക്തി അവിടെയുള്ള ഒരു സ്ത്രീയുമായി, അതല്ലെങ്കിൽ ഒരു സ്ത്രീ അദ്ദേഹത്തെ വശീകരിച്ചു. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം യുദ്ധത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു. പക്ഷേ അവിടെ മുസ്ലിങ്ങൾ അവിടെയുള്ള പല പ്രദേശങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മുസ്ലിങ്ങൾ പല സമയങ്ങളിലും പിന്നീട് ആ രാജ്യങ്ങൾ, ആ നാടുകൾ പിടിച്ചടക്കിയ ആളുകൾ അവിടെ പല സമയങ്ങളിലും പോകുമ്പോൾ ഇദ്ദേഹത്തെ സ്ഥിരമായി അവർ കാണാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അദ്ദേഹത്തോട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് ദീനുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്തെങ്കിലും താങ്കൾക്ക് മനഃപ്പാടമുണ്ടോ, പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും മനഃപ്പാടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ രൂപത്തിൽ മറുപടി നൽകി, റൂബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. അതായത് കാഫിരീങ്ങൾ അവർ ആഗ്രഹിച്ചു പോകും, ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങളൊക്കെ നല്ലൊരു മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ എന്നൊരു ആഗ്രഹം എന്ന ഒരു ആയത്തിനെ സംബന്ധിച്ചായിരുന്നു അദ്ദേഹം അവിടെയുള്ള വിശ്വാസികൾക്ക് പാരായണം ചെയ്തു കൊടുത്തത്. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞു കിടന്നിരുന്നു എന്ന് ഇദ്ദേഹം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ബിദായയിൽ ഇത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയാണ് സത്യനിഷേധികളുടെ അവസ്ഥ. എന്നാൽ ഇന്ന് മുസ്ലിങ്ങളിൽ തന്നെ ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അവർ ഇസ്ലാമിലേക്ക് വന്നവരാണ്, അതല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ ജന്മനാ അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, ഒരു ഇസ്ലാം കൾച്ചറിൽ ജീവിച്ച് കടന്നു വന്ന ആളുകളാണ്. പക്ഷെ പിന്നീട് അവർ ഇസ്ലാമിന്റെ പല നിബന്ധനകളും പാലിക്കാതെ, ഇസ്ലാമിന്റെ പല അള്ളാഹു തആല വാജിബാക്കിയ പല കാര്യങ്ങളുമെല്ലാം ഒഴിവാക്കി ദുനിയാവിന് വേണ്ടി മാറുകയും ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്ത എത്രയോ അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മുൻഗാമികളിൽ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ അവിടെ സാഹിര്യങ്ങളുടെ ചരിത്രങ്ങൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അവിടെ ചില സാഹിര്യങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായി സംവദിച്ച ആ ഒരു സമയത്ത് ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവിടെ ഇസ്ലാമാണ് ശരിയെന്ന് മനസ്സിലാക്കിയ സാഹിര്യങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഫിർഔൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും, നിങ്ങൾക്ക് അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് പോവുകയാണോ? ഇന്നഹു ലകബീറുക്കും അല്ലദീ അല്ലമക്കും സിഹർ, അവൻ നിങ്ങളെക്കാൾ വലിയ മാരണക്കാരനാണ് എന്ന് മൂസാ നബിയെ പറ്റി ഫിർഔൻ അവിടെ പറയുകയാണ്. മാത്രമല്ല, അവർ ഇസ്ലാമിൽ അടിയുറച്ചു നിന്നപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഫല ഉഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ്, അതായത് നേർ വിപരീതമായിക്കൊണ്ട് ഇടത് കൈ മുറിക്കുകയും വലതുകാൽ മുറിക്കുകയും ചെയ്ത് നിങ്ങളെ ക്രൂശീകരിക്കുകയും ചെയ്യുമെന്ന് ഫിർഔൻ അവിടെ ഉറക്കെ പ്രഖ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം അയാൾ പറഞ്ഞു വലതഅലമുന്ന അയ്യുന അശദ്ദു അദാബൻ വഅബ്ഖ, ഏറ്റവും ദീർഘമായ ശിക്ഷയും ഏറ്റവും വേദനിപ്പിക്കുന്ന ശിക്ഷയും ഏതാണെന്ന് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന് ആ സാഹിര്യങ്ങളോട് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്ന പിന്നീട് മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളോട് ഫിർഔനിന്റെ പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ 71-ാമത്തെ വചനം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവർ പറഞ്ഞു, ഖാലു ഇന്ന ഇലാ റബ്ബിന ലമുൻഖലിബൂൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണ്. നോക്കൂ നിങ്ങൾ, നിസ്സാരമായ ഒരു സമയം ആ സാഹചര്യങ്ങൾ അവിടെ വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ ഇതോടുകൂടി അല്ലാഹു തആലയെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ ചെറിയൊരു സമയം കൊണ്ട് തന്നെ അവരെ കൊന്നുകളയുമെന്നൊരു പ്രഖ്യാപനം ഫിർഔൻ അവിടെ നിന്ന് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഫിർഔൻ ഈ രൂപത്തിൽ അവരെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് പോലും, അതല്ലെങ്കിൽ ഫിർഔനിന്റെ രാജകൊട്ടാരത്തിൽ വെച്ച് ഇവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഫിർഔനിനെ സഹായിക്കാൻ അവിടെ കൂട്ടാളികളുണ്ട്, ഒരുപാട് ആളുകൾ പ്രജകൾ അവിടെ ഉണ്ടായിട്ട് പോലും ആ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ഒരൽപ്പം പോലും പിന്നിലേക്ക് പോയിട്ടില്ല. നിസ്സാരമായ സമയങ്ങൾ കൊണ്ട് അള്ളാഹു തആലയുടെ ദൃഷ്ടാന്തം കണ്ടപ്പോഴേക്കും
അവരുടെ ഈമാൻ അവരുടെ ഹൃദയത്തിൽ അതിശക്തമായി പിടിച്ചു നിന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല അവരെ കൊന്നൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് പോലും അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചത് റബ്ബന ഫ്രിഗ അലൈനാ സ്വബ്റ വതവഫനാ മുസ്ലിമീൻ. ഇതായിരുന്നു അവർ പ്രഖ്യാപിച്ചത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സ്വബർ നൽകണമേ റബ്ബേ, ഞങ്ങൾ നീ മുസ്ലിങ്ങളായി മരിപ്പിക്കണമേ റബ്ബേ എന്ന ഒരു പ്രാർത്ഥനയായിരുന്നു ഇസ്ലാമിലേക്ക് വന്ന ഏതാനും ചില ആളുകൾ ചെയ്തത്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ട് അവർക്ക് ഇത്തരം ഒരു മാറ്റമുണ്ടായി? അവർ അല്ലാഹു തആലയുടെ ദീൻ അതുമാത്രമാണ് ഹഖെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവരുടെ ഈമാൻ അതോടുകൂടി അവരുടെ ഹൃദയത്തിൽ പൂർണ്ണമായും സ്ഥാപിക്കപ്പെട്ടു. അവരെ കൊന്നൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരൽപ്പം പോലും ഭയം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതാണ് ഈമാനിന്റെ രൂപം. ഈ രൂപത്തിലായിരിക്കണം നമ്മുടെയും വിശ്വാസം ഹൃദയത്തിൽ അതിശക്തമായി നിലനിൽക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഈ ഈത്തപ്പന മരത്തിന്റെ ഉപമയായിക്കൊണ്ട് ചില മുൻഗാമികൾ നമുക്ക് വിശദീകരിച്ചിട്ടുള്ള അത്തരം ചില വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ആ മരത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഒരിക്കലും പ്രത്യേകിച്ച് വലിയ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു വൃക്ഷമാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. ഏതെങ്കിലും സാധാരണഗതിയിൽ ഒരു മരത്തെ കാണുന്ന പോലെയല്ല. അതിന്റെ ഓരോ മരങ്ങളും ഓരോ വർഷം കഴിയും തോറും അതിന്റെ ഘടനയിൽ വ്യത്യാസം വരും. അതിന്റെ കൊമ്പുകൾ പല ഭാഗങ്ങളിലേക്കും അതിങ്ങനെ വിശാലമായി നിൽക്കും. അതുപോലെ തന്നെ കായ്കനികൾ പല പല ഭാഗങ്ങളുമായി കാണാൻ കഴിയും. ഒരുപക്ഷെ അത് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ അതിന്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും. പക്ഷെ ഈത്തപ്പന മരമായിക്കൊള്ളട്ടെ, അതെന്നെന്നും ഒരേപോലെ നിലനിൽക്കുന്ന അതിന്റെ ഭംഗിയും അതുപോലെ തന്നെ അതിന്റെ ആ കരുത്തുറ്റ സ്വഭാവവും എല്ലാ സമയത്തും ഒരേപോലെ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് എപ്പോഴും ഓരോ മാറ്റങ്ങൾ ആ വൃക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാലത്തിനനുസരിച്ച് ഇങ്ങനെ ഇലകൾ പൊഴിച്ചു കളയുന്ന, അതല്ലെങ്കിൽ ഒരിക്കലും കായ്കനികളില്ലാത്ത ആ രൂപത്തിലേക്ക് അത് പോകുന്നില്ല. അതെപ്പോഴും നല്ല രൂപത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരേപോലെ അതിനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഭംഗി അത് എന്നെന്നും നിലനിൽക്കുന്നു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നമ്മുടെ തഖ്വ എപ്പോഴും ഒരേപോലെ നിലനിർത്താൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, രണ്ട് മുഖമുള്ള ആളുകളെ പോലെ ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. അതായത് വിശ്വാസികളായ ആളുകളെ കാണുമ്പോൾ അവരോട് കൂടുതൽ അടുപ്പം കാണിക്കും, അവരുമായി കൂടുതൽ ഇടപഴകും, അവരുമായി യോജിച്ച് നിൽക്കുന്നവരെ പോലെ അവർ പെരുമാറും. എന്നാൽ അവിശ്വാസികളായ ആളുകളെ കണ്ടാൽ അവർ കൊണ്ടുവരുന്ന പല കാര്യങ്ങളും അതെല്ലാം അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യുന്ന രണ്ട് മുഖമുള്ള ആളുകളെ പോലെ ഒരിക്കലും വിശ്വാസികൾ മാറാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശർറന്നാസി ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആളുകൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറിനാലുള്ള ആളുകളാണ് രണ്ട് മുഖമുള്ള ആളുകളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ, അവർ ചില സമയത്ത് ഒരു മുഖം അവർക്കുണ്ടാകും, വേറെ ചില ആളുകളെ കാണുമ്പോൾ അവരോടൊപ്പം കൂടും. നമുക്കറിയാം, മുനാഫിക്കുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ചില സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല സദസ്സിലും കടന്നു വരും, സ്വഹാബികളുമായി കൂടെ ഇരിക്കും, പ്രവാചകന്റെ പല സദസ്സിലും ആ സദസ്സിൽ അവർ പങ്കെടുക്കും, അള്ളാഹുവിന്റെ ദീനൊക്കെ പഠിക്കും. പക്ഷെ അള്ളാഹു തആലയുടെ ദീനിന് വേണ്ടി ഏതെങ്കിലും പരിശ്രമങ്ങൾക്ക് വേണ്ടി വിളിച്ചാലോ ആ മുനാഫിക്കുകൾ മാറി നിൽക്കും. നമസ്കാരത്തിന് വിഷയമായി കഴിഞ്ഞാൽ അവർ അതിൽ അലസത കാണിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞു, ഖാമു കുസാല, അവർ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ പോലും വെറും മടിയന്മാരായി കൊണ്ട് നിൽക്കും. അവരുടെ ഈമാൻ അവരുടെ തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ടില്ല. പുറമെ കാണുമ്പോൾ അവർ ഒരുപക്ഷെ മുസ്ലിങ്ങളെ പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല? ഇസ്ലാമിൻ്റെതായിട്ടുള്ള യാതൊരുവിധ നടപടികളും അതല്ലെങ്കിൽ നിയമങ്ങളും സ്വീകരിക്കാത്തൊരവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ അല്ലാഹു തആലയുടെ വിഷയത്തിൽ, റബ്ബിന്റെ ദീനിന്റെ വിഷയത്തിൽ ഒരു മാറ്റവുമില്ലാതെ എന്നെന്നും ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്കറിയാം, സൂറത്തുൽ ഖസസിൽ ഖാറൂൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്. അയാൾ ആദ്യം വളരെ പ്രയാസത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എന്നോണം അയാൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ പല ശ്രേഷ്ഠതകളും നൽകി. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം, തീർച്ചയായും ഖാറൂൻ മൂസയുടെ ജനതയിൽപ്പെട്ട ഒരാളാണ്. എന്നിട്ട് അയാളെ പറ്റി പറഞ്ഞു, വആതൈന ഫബഗാ അലൈഹിം, അയാൾ ഒരുപാട് അവരുടെ നേരെ അക്രമങ്ങൾ കാണിച്ചു. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, തന്റെ ഖജനാവുകൾ ശക്തന്മാരായ സംഘത്തിന് പോലും
ഭാരമാകാൻ തക്കവണ്ണമുള്ള നിക്ഷേപങ്ങൾ പടച്ചറപ്പ് നൽകി, ഒരുപാട് സവിശേഷതകൾ നൽകി, ഒരുപാട് നിധികൾ അദ്ദേഹത്തിന് നൽകി, ഒരുപാട് സമ്പത്ത് അയാൾക്ക് ധാരാളമായി നൽകപ്പെട്ടു. ഇത് ഖാല ലഹു ഖൗം, അവസാനം അവിടെയുള്ള ആളുകൾ അയാളോട് പറഞ്ഞു, ലാ തഫ്റഹ്, നീ അഹങ്കരിക്കണ്ട, നീ പുളകം കൊള്ളേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, ഇങ്ങനെ പുളകം കൊള്ളുന്ന ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല എന്ന് ആ ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തിയോട് പറയപ്പെട്ടു. മാത്രമല്ല അവിടെയുള്ള നല്ല നല്ല ആളുകൾ അയാളോട് പറഞ്ഞു, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക ഭവനം തേടിക്കൊള്ളുക. നമുക്കൊക്കെ ഫضല് നൽകപ്പെട്ടിട്ടുണ്ടാകും, പല രൂപത്തിലും പടച്ചറബ് ദുനിയാവിൽ സ്ഥാനങ്ങൾ നൽകിയവരാകാം, അതല്ലെങ്കിൽ ആരോഗ്യം കൊണ്ട് പടച്ചറബ് നമ്മെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടാകാം, അതുമല്ലെങ്കിൽ സമ്പത്തിനെ കൊണ്ട് അനുഗ്രഹിച്ച ആളുകൾ ഉണ്ടാകാം. ഇതൊക്കെ പടച്ചറബിന്റെ ഫضലാണ് എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ ഫضലുകൾ കൊണ്ട് അള്ളാഹു തആലയിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് ഫضലില്ലാത്ത സമയത്ത് കൂടുതൽ റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾക്ക് ഫضല് കിട്ടിയപ്പോഴോ അയാൾ അവസ്ഥ ആകെ മാറി. മാത്രമല്ല ഖാറൂൻ അയാൾ പറയുകയാണ്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഞാൻ നേടിയെടുത്തത്, ഒരാളുടെയും സഹായമില്ലാതെയാണ് ഇതെല്ലാം ഞാൻ നേടിയെടുത്തത് എന്ന് അയാൾ പറയുകയും ചെയ്തു. പക്ഷെ അല്ലാഹു തആല അയാളോട് പറഞ്ഞു, അവലം യഅലം അന്ന അല്ലാഹ ഖദ് അഹലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംഅ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതിനു മുമ്പ് ഇതിനേക്കാൾ ശക്തിയുള്ള ആളുകളും ഇതിനേക്കാൾ സ്ഥാനങ്ങളുള്ള ആളുകളും കടന്നു വന്നിരുന്നു, അവരെയെല്ലാം നശിപ്പിച്ചത് നീ കണ്ടിട്ടില്ലേ എന്ന് അല്ലാഹു തആല അയാളോട് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി, അയാളുടെ ആളുകൾക്കിടയിലൂടെ എല്ലാവിധ സൗകര്യങ്ങളും ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിക്കൊണ്ട് അയാൾ എന്ത് ചെയ്തു, ആർഭാടത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഖാലല്ലദീന യുരീദൂന ഹയാത്ത ദുനിയ, അവിടെ ദുനിയാവ് മാത്രം പ്രതീക്ഷിച്ച പല ആളുകളും പറഞ്ഞു, മിസ്ലമാ യാ ലൈത ലനാ മിസ്ലമാ ഊതിയ ഖാറൂനു ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം. അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഖാറൂന് കിട്ടിയതുപോലെ ഞങ്ങൾക്കെല്ലാം ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവിടെയുള്ള ആളുകളൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ അവിടെ കുറച്ച് വിവേകമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും കുറെ മോശമായ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒന്നും രണ്ടാളുകൾ ഒരല്പം ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെ ചില ആളുകൾ വഖാലല്ലദീന ഊതുൽ ഇൽം, അതിൽ വിവേകമുള്ള ആളുകൾ പറഞ്ഞു, വൈലക്കും സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹ, നിങ്ങൾക്ക് നാശം, കാരണം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് കൂടുതൽ ഉത്തമം. അവൻ ഈ ദുനിയാവിൽ കാണിച്ചു കൂട്ടുന്ന അവന്റെ അഹങ്കാരവും അവന്റെ സ്ഥാനങ്ങളും അവന് കിട്ടിയ അനുഗ്രഹങ്ങളുമൊക്കെ അതെല്ലാം കണ്ട് അതിന്റെ പിന്നാലെ നിങ്ങൾ പോവുകയാണോ എന്ന് അവിടെയുള്ള വിവേകമുള്ള ആളുകൾ അവരോട് ചോദിക്കുകയും ചെയ്തു. അവസാനം ആ ചരിത്രത്തിൽ ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് സൂറത്തു ഖസസിലെ 76-ാമത്തെ വചനം മുതൽ ഈ ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രം പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിൽ നോക്കിയാൽ നമുക്ക് ഇതിന്റെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ. അവനെയും അവന്റെ ഭവനത്തെയും അവന്റെ മുഴുവൻ സമ്പത്തിനെയും പടച്ചറബ് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഈ ദുനിയാവിൽ അവിടെയുള്ള ആളുകൾക്കൊരു ദൃഷ്ടാന്തമാക്കി മാറ്റി. അത്രയും സമ്പത്തും ആഡംബരങ്ങളും എല്ലാവിധ സുഖാസ്വാദനങ്ങളുമായി ജീവിച്ചിരുന്ന ആ വ്യക്തിയെ ഈ ഭൂമിയിലേക്ക് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ഒരു സഹായിയും അയാൾക്കുണ്ടായില്ല. അതുവരെ ആസ്വദിച്ച ആസ്വാദനങ്ങളെല്ലാം അല്ലാഹു തആല അഹങ്കാരിക്ക് ഈ രൂപത്തിൽ എല്ലാം നശിപ്പിച്ചു കളയുന്ന രൂപത്തിലേക്ക് മാറ്റി. അവിടെയുള്ള ആളുകളൊക്കെ ഭയപ്പാടോടുകൂടി നോക്കിയത് ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയെന്ന് അത്ഭുതത്തോടുകൂടി അവിടെയുള്ള ആളുകൾക്ക് പറയാൻ തുടങ്ങി എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ പല മുഖമുള്ള ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. എപ്പോഴും റബ്ബിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കാം, എല്ലാവർക്കും ഹൃദിസ്ഥമായ പ്രാർത്ഥനയായിരിക്കാം. ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് നിരന്തരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഈമാനികമായ ഒരു അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു തആലയുടെ ദീനിൽ അടിയുറച്ച് നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നല്ല സലഫിയത്തിന്റെ മോശമായ മാർഗങ്ങളിലേക്കൊന്നും പോകാതെ ഏറ്റവും നല്ല മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അല്ലാഹു തആലയോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഫിത്നയിലും ഉൾപ്പെടാതെ അല്ലാഹു തആലയുടെ ഈ ദീനിൽ എപ്പോഴും അടിയുറച്ചു നിൽക്കാൻ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടാൻ, എല്ലാ സമയങ്ങളിലും ദീനീപരമായി തന്നെ ജീവിക്കാൻ അള്ളാഹുവിന് എനിക്ക് തൗഫീഖിനെ നൽകണേ എന്ന് റബ്ബിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈ പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് നിരന്തരം പ്രാർത്ഥിക്കേണ്ട ആളുകൾ തന്നെ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ വിഷയത്തിൽ ഒരു അലസതയും നമ്മൾ കാണിക്കാൻ പാടില്ല. അത് ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയും നമുക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദു റബ്ബക്, നീ നിന്റെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടേയിരിക്കുക, ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പുള്ള കാര്യം നിന്നിലേക്ക് വന്നെത്തുന്നതിന് മുമ്പേ. ഇതിന്റെ വിശദീകരണങ്ങളിൽ അൽ മൗത്ത് എന്നാണ് യഖീൻ എന്ന പദത്തെ വിശദീകരിച്ചതായി മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുക. അഥവാ മരണം വരേക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചു കൊണ്ടേയിരിക്കുക എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്കും പരസ്യ ജീവിതത്തിലേക്കും സാമൂഹികമായ ഇടപെടലിലേക്കും എല്ലാം നമ്മളൊന്ന് നോക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ഈ ദീനിന് എതിരാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ എപ്പോഴും പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒരു മാറ്റവും നമുക്കുണ്ടാകാതിരിക്കുക, എപ്പോഴും നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുക. മൂന്നാമത്തെ കാര്യം, ഈത്തപ്പന മരത്തെ സംബന്ധിച്ച് കാണാം, അതിൽ നിന്ന് ലഭിക്കുന്ന പഴം, അതിൽ നിന്ന് കിട്ടുന്ന ഈത്തപ്പഴം അത് അങ്ങേയറ്റം മധുരമുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ ഉൾഭാഗം വെളുത്ത നിറമാണ്. അതിന്റെ കുരുവിനോട് ചേർന്നിട്ടുള്ള ഭാഗം നമുക്കറിയാം ഒരു വെളുത്ത നിറത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. അതോടൊപ്പം അതിന്റെ മുകൾ ഭാഗത്തുള്ള അതിന്റെ കാമ്പ്, അതിന്റെ ആ ഫലവർഗം, ആ ഭാഗം കഴിക്കാൻ പറ്റുന്ന ഭാഗം, അത് അങ്ങേയറ്റം മധുരമുള്ള ഭാഗമാണ്. ഇതുപോലെ തന്നെ ആയിരിക്കണം ഒരു മുസ്ലിമിന്റെയും ജീവിതം. അതായത് നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുക, ഒരിക്കലും തിന്മയിലേക്ക് പോകാതെ, എപ്പോഴും അഴുക്ക് പറ്റിയിരിക്കുന്ന, അതല്ലെങ്കിൽ തിന്മയുടെ കറ പുരണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എപ്പോഴും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. നമ്മൾ വലിയ വലിയ പാപങ്ങളെല്ലാം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളായി തീരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പോലും ഒരു ദിവസത്തിൽ എത്രയോ തവണ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു. ഒരു സദസ്സിൽ ഇരുന്നാൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ആ സമയത്തിനിടയിൽ പ്രവാചകൻ എത്രയോ പ്രാവശ്യം അവിടുന്ന് ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു. സ്വഹാബത്തിന്റെ ജീവിതം നോക്കിയാൽ ഈ രൂപത്തിൽ തന്നെ അവർ ധാരാളമായി റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നവരായിരുന്നു. അതവരുടെ കർമ്മങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണത്തിന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് ഇമാമായി നിൽക്കാൻ അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങാനും ഇമാമത്ത് നിന്നു കഴിഞ്ഞാൽ അവിടത്തെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ സന്ദർഭങ്ങളിൽ, ആ ഒരു വേളയിൽ അവിടുന്ന് പല ആയത്തുകളും പൂർത്തീകരിക്കാൻ അവിടുന്ന് സാധിക്കില്ല. ആ ആയത്തിന്റെ കാര്യങ്ങൾ, അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കരയുന്ന ആ ഒരു കരച്ചിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ അവർക്ക് കേൾക്കാൻ സാധിക്കുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഖബർ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ താടിരോമം നനയുമാർ കരയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഓരോ സ്വഹാബത്തിന്റെയും ജീവിതം പരിശോധിച്ചാൽ അവർ ചെയ്തു കൂട്ടുന്ന, അതല്ലെങ്കിൽ അവർ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് പറഞ്ഞിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരായ ആളുകളോട് ചോദിക്കും, എന്റെ പേരെങ്ങാനും ആ മുനാഫിക്കുകളുടെ പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പ്രമുഖരായ സ്വഹാബികൾ പോലും അവർ പരസ്പരം ചോദിക്കാറുണ്ടായിരുന്നു. നമുക്ക് നിങ്ങൾ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ട് പോലും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അല്ലാഹു തആല അവരെ റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞിട്ട് പോലും അല്ലാഹ് നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ആയത്ത് ആ സ്വഹാബികൾ കേട്ടിട്ട് പോലും ആ സ്വഹാബികൾക്ക് ഭയമായിരുന്നു, അവർക്ക് പേടിയുണ്ടായിരുന്നു. അവർ ചെയ്യുന്ന അവരുടെ ചെയ്തികളെ സംബന്ധിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അവരുടെ ജാഹിലിയ കാലഘട്ടത്തെ ഓർത്ത് അവരെപ്പോഴും അതിന്റെ പേരിൽ ആശങ്ക പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹു തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, തുമ്മ തൂബു ഇലൈഹി, എന്നിട്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണം. ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, അല്ലാഹു നമ്മുടെ ഏറ്റവും സമീപസ്ഥനാണ്, നമ്മുടെ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ്. എന്ത് ചോദിച്ചാലും റബ്ബ് നമുക്ക് നൽകും. ഇന്നല്ലെങ്കിൽ ഒരൽപ്പം വൈകിയിട്ടെങ്കിലും ഒരുപക്ഷെ ആ സമയത്ത് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ പോലും ഓരോ ആളുകൾക്കും പങ്കുവെക്കാനുണ്ടാകും. പല പ്രയാസങ്ങൾ വരുമ്പോൾ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചവരായിരിക്കാം.
ഒരുപക്ഷെ എന്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും നമ്മൾ പറയാറുണ്ട്, ചില കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചപ്പോൾ എത്ര വേഗത്തിലാണ് എനിക്കത് നേടിത്തന്നിട്ടുള്ളത്. ചില കാര്യങ്ങൾ ഇപ്പോഴും നീണ്ടുപോകുന്നതായിക്കൊണ്ടും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും സമീപസ്ഥനാണ്. അവരാണ് നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ. റബ്ബിനോട് ചോദിച്ചാൽ നമുക്ക് ലഭിക്കാത്തതായി ഒന്നുമില്ല. ഈ ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ പോലും നാളെ ബർസഖിയായ ലോകത്തിന് ശേഷം നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ പകരമായി പടച്ചറബ് നമുക്ക് നൽകാതിരിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആ ഈത്തപ്പഴം, അതുപോലെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. വെളുത്ത നിറമുള്ള ഹൃദയമായിരിക്കണം. ഒരാളോടും ഒരു വെറുപ്പുമില്ലാത്തൊരവസ്ഥയായിരിക്കണം. ഒരാളോടും ഒരു വിദ്വേഷമില്ലാത്തൊരവസ്ഥയായിരിക്കണം. ഒരാളുകൾ കാണുമ്പോൾ അവരുടെ ദുനിയാവിലെ ദറജയും അവരുടെ സ്ഥാനമൊക്കെ നോക്കി ഇവൻ പോരാ, ഇവൻ മോശക്കാരനാണ്, ചിലപ്പോ നല്ല മുസ്ലിമായിരിക്കും, അവന്റെ ജീവിതത്തിൽ രഹസ്യമായി നല്ല അമല് ചെയ്യുന്നവനായിരിക്കും, ഏതെങ്കിലും ചില ചെറിയ വിഷയങ്ങളുടെ പേരിൽ അവരോട് ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന, ഒന്ന് സലാം പോലും പറയാൻ മടി കാണിക്കുന്ന, സലാം നമ്മോട് പറഞ്ഞാൽ സലാം മടക്കാൻ മടി കാണിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് ഒരിക്കലും മാറാൻ പാടില്ല. വിശ്വാസികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ കൈകൊടുത്ത് സലാം പറയുക എന്നൊരു മര്യാദ പോലും ഇന്ന് ആളുകൾക്കിടയിൽ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. കാരണം താടിയുടെ നീളവും വസ്ത്രത്തിന്റെ നീളവും അവന്റെ സ്ഥാനമാനങ്ങളൊക്കെ നോക്കി അവരോട് ആ രീതിയിൽ സമീപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും ഇന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. മുൻകടന്നുപോയ, ഈമാനോടുകൂടി മുൻകടന്നുപോയ ആളുകൾ, തങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി അവർ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് ശേഷം വന്ന ആ മുൻകടന്നു പോയ ആളുകൾ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കുകയും വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വിശ്വാസികളോട് നമ്മുടെ മനസ്സിൽ ഒരല്പം പോലും വിദ്വേഷം ഉണ്ടാക്കില്ല റബ്ബേ എന്ന് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിലായിരിക്കണം വിശ്വാസികളോടുള്ള നമ്മുടെ സമീപനം. നമ്മുടെ ഹൃദയത്തിൽ ഒരാളോടും വിദ്വേഷമില്ലാതെ ഏറ്റവും നല്ല സമീപനമായിരിക്കണം ഓരോ ആളുകളോടും ഉണ്ടാകേണ്ടത്. കാരണം യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, അന്നൊരു ശക്തിയോ സഹായിയോ ആരും തന്നെ ഉണ്ടാകാത്തൊരു ദിവസം നമുക്ക് മുന്നിൽ കടന്നു വരാനുണ്ട്. ആ ദിവസത്തിന് വേണ്ടി ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ ശുദ്ധീകരിക്കുക. മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റങ്ങൾ എപ്പോഴും നമ്മൾ നന്നാക്കിയെടുക്കുക. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, ഈത്തപ്പന മരം എന്ന് പറഞ്ഞാൽ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു മുസ്ലിമിലുള്ള ബറക്കത്ത് ഈത്തപ്പന മരത്തിലും അതിൻ്റെതായിട്ടുള്ള ബറക്കത്തുകൾ ഉണ്ട്. നമുക്കറിയാം, അതിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിന്റെ ഇലകളാകട്ടെ, അതിന്റെ തടിയാകട്ടെ, അതിന്റെ ഫലങ്ങളായിക്കൊള്ളട്ടെ, എല്ലാ രൂപത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഒരു വിശ്വാസിയും മാറേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അൽ അസ്വദൈൻ അഥവാ ഈത്തപ്പഴവും വെള്ളവും കഴിച്ച് ഒരുപാട് നാടുകൾ പോലും ജീവിച്ചിരുന്നു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ചില ഹദീസുകളിൽ കാണാം, യാ ആയിഷ ബൈതുൻ ലാ തംറ ഫീഹി ജിയാഉൻ നഹ്ലുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈത്തപ്പഴമില്ലാത്ത വീട്ടുകാർ അവർ വിശപ്പുള്ള ആളുകളായിരിക്കും. ഈത്തപ്പഴമില്ലാത്ത വീട്ടുകാർ അവർ വിശപ്പുള്ളവരായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഫضലായി കൊണ്ട് പറഞ്ഞതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ തന്നെയായിരിക്കണം ഒരു വിശ്വാസി. അവനിൽ നിന്ന് എല്ലാ രൂപത്തിലും നമുക്ക് ഉപകാരമെടുക്കാൻ കഴിയും. ഒരു വിശ്വാസിയെ കണ്ടാൽ ഒരുപക്ഷെ അവൻ സലാം പറയും. നമുക്കറിയാം അറബികളുടെ പ്രത്യേകത, അവരുമായി സംസാരിച്ചാൽ അവരുടെ സംസാരങ്ങളിൽ ഇടക്കിടക്ക് ബാറക്കല്ലാ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവർ നിനക്ക് അല്ലാഹു തആല നിനക്ക് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ഇടക്കിടക്ക് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊരു വിശ്വാസിയുടെ പ്രത്യേകതയാണ്. നമ്മളൊരു വിശ്വാസിയെ കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നത് ഒരു പുണ്യമാണ്. അവരുടെ കരം പിടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പുണ്യമാണ്. അവന്റെ കൈകൾ വിച്ഛേദിക്കുന്ന സമയം വരേക്കും അവരുടെ പാപങ്ങൾ ഓരോന്നും പുറത്തുകൊണ്ടേയിരിക്കുമെന്ന് കരിഞ്ഞ ഇലകൾ പൊഴിഞ്ഞു പോകുന്നത് പോലെ നമ്മുടെ തിന്മകൾ ഓരോന്നും പൊഴിഞ്ഞു പോകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ അവനുമായി സംസാരിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കുറവുകൾ കാണുമ്പോൾ നല്ല നല്ല നസീഹത്തുകൾ അവൻ തരും, നല്ല ഉപദേശങ്ങൾ അവൻ നൽകും. അവനുമായി ഒരല്പം സമയം കൂടിയിരുന്നാൽ അള്ളാഹുവിനെ ഓർക്കാൻ കാരണമാകുന്ന എന്തെങ്കിലുമൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒരുപക്ഷെ അവൻ വളർത്തിയ അവന്റെ താടിരോമം, അതല്ലെങ്കിൽ നല്ല നീളമുള്ള വസ്ത്രം, അത് കണ്ടൊരു പ്രചോദനമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകും. ഇത് വിശ്വാസികൾ ഈ രൂപത്തിലാകണം. ഒരു ഈത്തപ്പന മരം പോലെ അതിന്റെ ഇലകളും അതിന്റെ തടിയും അതിന്റെ ഫലവർഗങ്ങളും
ഏതുപോലെ ഉപയോഗിക്കുന്നുവോ ഇതേപോലെ ഒരു മുഅ്മിനിനും ഇതേപോലെ മാറാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മെ കൊണ്ട് എല്ലാ രൂപത്തിലുള്ള ഖൈറുകളും നന്മകളും മറ്റുള്ള ആളുകൾക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ഇതൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നു. നമ്മുടെ വാക്കുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവങ്ങൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് സമൂഹത്തിൽ മാത്രമല്ല. ഒരിക്കൽ നമ്മൾ പലപ്പോഴും കരുതും ചില ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നല്ല ഖുശൂഉള്ള നല്ല തഖ്വയുള്ള ഒരാളാണെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവരുടെ കുടുംബജീവിതത്തിലേക്കൊന്ന് നോക്കിയാലോ, അവരുടെ കുടുംബജീവിതം മോശമാണെങ്കിലോ അവൻ സലഫി സഹോദരങ്ങളെ കാണുമ്പോൾ അവ നല്ല പോലെ ജീവിക്കുന്നവനാണ്, നല്ല പോലെ അവർ സുഹൃത്തുക്കളുമായി ഇടപഴകുന്നവനാണ്. പക്ഷെ പിന്നീട് അവരുടെ വ്യക്തി ജീവിതത്തെ പറ്റി കേൾക്കുമ്പോൾ വളരെ മോശമായ കാര്യങ്ങൾ കേട്ടാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരു മുഅ്മിനിൽ നിന്നും ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്ത കാര്യമാണ്. ചില അനുഭവങ്ങൾ കടന്നു വന്നത് കൊണ്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. കാരണം മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ നല്ല സലഫിയത്തോടുകൂടി ഇസ്ലാമിന്റെ എല്ലാവിധ ചിട്ടകളും അവന്റെ ജീവിതത്തിലുണ്ട്. ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഈ വിരലിൽ എണ്ണാൻ കഴിയുന്ന നമ്മുടെ ഈ ഓരോ ആളുകളും ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വാക്കും പ്രവർത്തനങ്ങളൊക്കെ പുറംമോടി മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വീടിന്റെ ചുറ്റുപാടിലും നമ്മുടെ കുടുംബത്തിലും ഇതേപോലെ ദീനി ചിട്ടയോടുകൂടി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മെ കൊണ്ടുള്ള ഗുണങ്ങൾ നിസ്സാരമായിരിക്കാൻ പാടില്ല. എന്നെ കൊണ്ടുള്ള ഒരു ഗുണം അത് മറ്റുള്ള ആളുകൾക്ക് നല്ല പോലെ ഉപകാരമെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ സമ്പത്തായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടുള്ള മറ്റുള്ളവർക്കുള്ള ഉപകാരമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മുടെ വാഹനം കൊണ്ടുള്ള ഒരു ഉപകാരമായിരിക്കും, അത് മറ്റുള്ളവർക്ക് ഏറെ ആശ്വാസമായിരിക്കാം. അതുപോലെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. ഒരുപക്ഷെ അവരെ കണ്ടറിഞ്ഞിട്ട് പോലും, അത് നമുക്കറിയാവുന്ന കാര്യമാണ്, സഹായിക്കാൻ കഴിവുള്ള ആളായിട്ട് പോലും അവരൊന്ന് തിരിഞ്ഞു നോക്കാതെ അവരുടെ അവസ്ഥകളെ പറ്റി ചോദിച്ചറിയാതെ ഒരുപക്ഷെ ഭക്ഷണം പോലും കഴിക്കാത്തവനായിരിക്കും. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മൾ വരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഈത്തപ്പന മരത്തിൽ നിന്നും അതിൽ നിന്നും ഉപകാരമെടുക്കുന്നതിനെ പറ്റി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ധാരാളമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു സമയം വരെ എടുക്കുന്നുള്ളൂ, ശാന സമയമായില്ലേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരിപ്പും നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളുമെല്ലാം ജീവിതത്തിൽ എല്ലാ സമയത്തും നിലനിർത്താനും ഇതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകാനും ജീവിതത്തിന്റെ അവസാന സമയം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഒരു കലിമ അംഗീകരിച്ചുകൊണ്ടും അത് പ്രവർത്തിച്ചുകൊണ്ടും മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.